ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് നേരത്തെ എണീക്കേണ്ടി വന്നു കേട്ടോ. ഒരു 5:00 5:45 ഞാൻ എണീറ്റായിരുന്നു. കാര്യം ഇന്ന് മുത്തിന് നേരത്തെ പോകണം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഈ ഒരു ടൈമിൽ എണീക്കാറുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ ആദ്യം ഞാൻ പല്ലൊക്കെ തേച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അടുക്കളയിൽ കയറാറ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി അടുപ്പിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം അടുപ്പിൽ വെച്ചിട്ടാട്ടോ ഞാൻ പല്ല് തേക്കാൻ പോവാറ്. ഉദാഹരണത്തിന് മുട്ടയൊക്കെ വേവിക്കാൻ ഇട്ടിട്ട് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും മുട്ട വെന്ത് കിട്ടും. അത് വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ആ ഒരു റൊട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. ഇറങ്ങി വന്നിട്ട് മുത്തിന് ഞാനൊരു കോഫി ഇടും. മുത്തിന് പൊതുവെ കട്ടൻ ചായ അത്ര ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ എനിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. എന്തായാലും ടൈം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ അടുപ്പിൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കൂടി വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ മീനൂടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ടൈമിലേക്ക് മുത്തിന് പോകാനുള്ള ടൈമായി. അപ്പോഴേക്കും ഞാൻ മുത്തിനെ പയ്യെ വിളിച്ചെന്ന് എണീപ്പിച്ച് മുത്തിനെ ബാത്റൂമിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വന്ന് കോഫി ഇടുമ്പോൾ നമ്മളിവിടെ ചെറുതായിട്ട് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിന് ബുള്ളറ്റ് കോഫി എന്നാട്ടോ പറയുന്നത്. ഇത് കൂടുതൽ നമ്മൾ ദഹനത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരിക്കും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കോഫിയും മുട്ട അവിച്ചതും ആട്ടോ. ഈ അവിച്ച മുട്ട ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് കഴിക്കാണ്ട് കുറച്ചൊരു നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൽ കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തോന്നും. മാത്രമല്ല നമുക്ക് ഈ മുട്ട അവിച്ചത് കഴിക്കാനുള്ള ഒരു മടിയും അങ്ങ് മാറിക്കിട്ടും. ഞാൻ ശരിക്കും ഇവിടെ വന്നതിന് ശേഷം കേട്ടോ, അതായത് മുത്തിന് കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അല്ലാണ്ട് പൊതുവേ എനിക്ക് മുട്ട അവിച്ചത് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കിഷ്ടം കേട്ടോ. ഈ സമയത്ത് പുറത്ത് കുറച്ച് ശബ്ദങ്ങൾ കേട്ടിട്ട് ഞാൻ CCTV എടുത്തു നോക്കിയപ്പോൾ ഡിങ്കു അവിടെ ഒരു തേങ്ങ എടുത്തു വെച്ചിട്ട് നല്ലോണം അതിലിട്ട് കളിക്കുന്നുണ്ട്. മുത്ത് തേങ്ങ പൊതിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ് ശരിക്കും. അതായത് അവൻ്റെ പല്ലിന് ഭയങ്കര തരിതിരിപ്പും വിരുവിരിപ്പുമാണ്. അതുകൊണ്ട് എന്തായാലും ഓരോ സാധനങ്ങൾ ഇട്ട് കടിച്ച് മുറുക്കിയില്ല. അപ്പോൾ പിന്നെ തേങ്ങ തന്നെ അങ്ങ് പൊതിച്ച് തരട്ടെ എന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ്. ഈ സമയം എപ്പോഴേക്കും മുത്ത് ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഞാൻ ഈ സമയം മുത്തിന് ഓടി നടന്ന് ഈ മുട്ട എടുത്ത് കൊടുക്കും കേട്ടോ. ചിലർക്കൊക്കെ തോന്നും ഈ മുട്ട കഴിച്ചാൽ വയറ് വീക്കോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കോ എന്ന് വെച്ച് കഴിഞ്ഞാലും അങ്ങനെ വയറ് ഭയങ്കരമായിട്ട് അങ്ങ് ഫുള്ളാവുകയൊന്നുമില്ല. എങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ലൊരു പ്രോട്ടീൻ ആണല്ലോ. നമുക്കിത് മതിയായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ്. സോ ഇത് മതിയായിരിക്കും. മുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും കാണത്തില്ല. പിന്നെ ഇന്നലെ കുറേ തുണികൾ കഴുകിയതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് അടുക്കി ഒതുക്കി വെക്കണം. പിന്നെ കുറച്ച് സവാള വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് തിരിച്ച് കബോർഡിലോട്ടാക്കി വെക്കുക. പിന്നെ അവിടെ തൂക്കണം. അങ്ങനത്തെ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ഓഫീസിൽ പോകാനുള്ള ടൈമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.